എല്ലാവർക്കും നമസ്കാരം. എഡ്യൂസോണിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പഠിക്കാനുള്ളത് 9ാം ക്ലാസ്സിലെ ബയോളജിയാണ്. 9ാം ക്ലാസ്സിലെ ബയോളജി നമ്മൾ ഇന്ന് പഠിക്കുന്ന 4ാമത്തെ ചാപ്റ്ററാണ്. അല്ലേ? അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബ്രീത്തിങ് ഫോർ എനർജി ഓ ഒബ്റ്റൈനിങ് എനർജി എന്ന് പറയാം, അല്ലേ? ഊർജത്തിനായി, അല്ല എങ്കിൽ ഊർജത്തിന് വേണ്ടി ശ്വസിക്കുന്നു, അല്ലേ? ഊർജത്തിനായി നമുക്ക് ശ്വസിക്കാം എന്നുള്ള രീതി. അപ്പോൾ നമുക്ക് ശ്വസിക്കുന്നത് കൊണ്ട് ഊർജം കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറേ നേരം മൂക്കും വായും പൊത്തിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ശ്വസിക്കാതിരുന്ന് കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം തളരുന്നത് പോലെ തോന്നും. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ഊർജം ലഭ്യമാകുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഊർജം ലഭ്യമായില്ല എങ്കിൽ ബോഡിയിലെ സെല്ലുകളിലുള്ള ഈ കാറ്റബോളിസം മെറ്റബോളിസം പോലെയുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല, അല്ലേ? ആ കാറ്റബോളിസവും അനോബോളിസവും അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സും മേക്കിംഗ് പ്രോസസ്സും ചേർന്നുള്ള മെറ്റാബോളിക് പ്രോസസ്സുകൾ നടക്കത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ശരീരം തളർന്നത് പോലെ തോന്നുന്നത്. എല്ലായിടത്തും എന്തില്ല, ഓക്സിജൻ ഓടി എത്തത്തില്ല ബ്ലഡിലൂടെ. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് നേരം ശരീരം തളർന്ന പോലെ തോന്നുന്നത്. ശ്വസിച്ചില്ല എങ്കിൽ ജീവനുള്ളവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ജീവനുള്ളവരെല്ലാം ശ്വസനം നടക്കുന്നുണ്ട്. പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും മൈക്രോ ഓർഗൻസ് ആയാലും എല്ലാം ശ്വസിക്കുന്നുണ്ട്. ഒന്നുകിൽ അത് എയറോബിക് റെസ്പിറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അനൈറോബിക് റെസ്പിറേഷൻ ആയിരിക്കാം. ഏതെങ്കിലും ഒരു രീതിയിൽ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ പ്ലാന്റ്സ്, നമുക്ക് ആദ്യം പ്ലാന്റ്സിൽ നോക്കാം, എന്നിട്ട് ആനിമൽസിലേക്ക് വരാം. ഓക്കെ, പ്ലാന്റ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങി അത് ഹ്യൂമൻ ബീങ്സിലേക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് എടുക്കുമ്പോഴത്തേക്കും ഇത് ഒരു പ്ലാന്റ്, അല്ലേ? പ്ലാന്റിനും എന്തുണ്ട്? ജീവനുണ്ട്. പ്ലാന്റ് എടുക്കുമ്പോഴത്തേക്കും പ്ലാന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലീഫുകളുടെ അടിഭാഗത്ത്, ലീഫിൻ്റെ അണ്ടർ പാർട്ടിൽ അല്ലെങ്കിൽ അണ്ടർ ലെയറിൽ എന്തുണ്ട്? സ്റ്റൊമാറ്റോപോറുണ്ട്, അല്ലേ? ഈ സ്റ്റൊമാറ്റോപോറുകൾ വഴി എന്ത് ചെയ്യണം? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കും, അല്ലേ? ഗ്യാസിന് അകത്തേക്കും പുറത്തേക്കും വിടുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ആയാലും അനിമൽസ് ആയാലും റെസ്പിറേഷന് വേണ്ടി സ്വീകരിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഓക്സിജനാണ്. എന്നാൽ റെസ്പിറേഷൻ സമയത്ത് പുറത്ത് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് അകത്തേക്ക് സ്വീകരിക്കും, ഇത് പുറത്തേക്ക് വിടും. എന്നാൽ പ്ലാന്റുകൾ ഫോട്ടോസിന്തസിസ് സമയത്ത് സ്വീകരിക്കുന്നത് ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കും, ഓക്സിജനെ പുറത്തേക്ക് വിടും. മനസ്സിലായല്ലോ? ഇത്രയും ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. എല്ലാ ജീവികളും, പ്ലാന്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും ശ്വസനത്തിനായിട്ട് സ്വീകരിക്കുന്ന, റെസ്പിറേഷനായിട്ട് സ്വീകരിക്കുന്നത് ഓക്സിജൻ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരാം. നമ്മുടെ ടെക്സ്റ്റ് തുടങ്ങുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ബീങ്സിലെ റെസ്പിറേഷനാണ്. റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്, അല്ലേ? റെസ്പിറേഷൻ ഹ്യൂമൻ ബീങ്സ് എടുക്കുമ്പോഴത്തേക്കും അവിടെ റെസ്പിറേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഓർഗൻസുകൾ ചേർന്ന റെസ്പിറേറ്ററി സിസ്റ്റം തന്നെ ബോഡിയിലുണ്ട്, അല്ലേ? നമ്മുടെ ബോഡി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, അല്ലേ? ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അല്ലേ? അതിൽ നിരവധി ഓർഗൻ സിസ്റ്റമുകളുണ്ട്. ഒന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഒരു ഓർഗൻ സിസ്റ്റമാണ്, അല്ലേ? നമ്മുടെ ബോഡിയിലുള്ളതാണ്, അല്ലേ? അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം, അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, ലോക്കോമോട്ടറി സിസ്റ്റം, നെർവസ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതൊക്കെ ഒരുപാട് സിസ്റ്റം. ഈ സിസ്റ്റം എല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കുന്നതെന്ന്? ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ?
അതിൽ നമുക്ക് പഠിക്കാനുള്ള ഈ പാഠത്തിലുള്ള ഭാഗമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. നമുക്ക് പഠിക്കാനുള്ളത് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് എന്താണ്? 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബ്രീത്തിങ് ഫോർ എനർജിയിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം നമുക്കൊന്ന് നോക്കാം അല്ലേ. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ഒരുപാട് ഓർഗൻ പോർഷൻസുകൾ ചേർന്നാണ് ഈ റെസ്പിറേറ്ററി സിസ്റ്റം. ഏത് സിസ്റ്റം ആയാലും ഒരുപാട് ഓർഗൻ പോർഷൻസ് ചേരുന്നുണ്ട്. അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലും ഒരുപാട് ഓർഗൻ പോർഷൻസുകൾ ചേരുന്നുണ്ട്, ഓർഗൻ പാർട്ടുകൾ ചേരുന്നുണ്ട്. ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് എയറിനെ അറ്റ്മോസ്ഫിയറിനെ അകത്തേക്ക് എടുക്കുന്ന ഭാഗമാണ് നോസ്. അത് കഴിഞ്ഞിട്ട് നോസ്ട്രൽസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഭാഗമുണ്ട് ഫാരിങ്സ്. അതിന് തൊട്ട് മുമ്പായിട്ട് ഇതായി ഒരു ഭാഗം അതിൻ്റെ നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റി. ഈ ഫാരിങ്സ് കഴിഞ്ഞ് അടുത്തൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ പറയുന്ന പേര് ലാരിങ്സ്. ലാരിങ്സ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കാർട്ടിലേജ് ബോൺ കൊണ്ട് സി ഷേപ്പിൽ റിംഗ് ആയിട്ട് വെച്ചിട്ടുള്ള കാർട്ടിലേജ് റിംഗ് കൊണ്ടുള്ളതാണ്. അതിനെ പറയുന്ന പേര് ട്രക്കിയ. കൊച്ചു ക്ലാസ്സിലൊക്കെ വിൻഡ് പൈപ്പ് എന്നാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ബ്രോങ്കസ്. അത് കഴിഞ്ഞിട്ട് ബ്രോങ്കിയോൾസ്. അത് കഴിഞ്ഞിട്ട് ആൽവിയോളസ്. അത് കഴിഞ്ഞിട്ട് പ്ലൂറാലെയർ. ഇത് കഴിഞ്ഞിട്ട് ഡയഫ്രം. ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ ടെക്സ്റ്റിൽ ലേബൽ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള പർട്ടിക്കുലേറ്റുകളെയും അതുപോലെ മറ്റ് ഗ്യാസുകളെയും കൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറ്റുന്നത് അല്ലേ. ഈ പർട്ടിക്കുലേറ്റുകളൊക്കെ അല്ലെങ്കിൽ പൊടിപടലങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഈ മൂക്കിനകത്ത് നോസ്ട്രൽസിൽ മൂക്ക് തുടങ്ങുമ്പോൾ തന്നെ ആ നോസ്ട്രൽസിൻ്റെ ആരംഭത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സീലിയേറ്റർ ഹെയർ സ്ട്രക്ചറുകളുണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു? ഇത് തടഞ്ഞു നിർത്തുന്നുണ്ട്, പൊടിപടലങ്ങൾ തടഞ്ഞു നിർത്തുന്നുണ്ട്. അകത്തോട് ചെല്ലുമ്പോൾ മ്യൂക്കസ് മെംബ്രെയിനുണ്ട്, അവിടെയും ഇത് പൊടിപടലങ്ങൾ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ടാണ് ഒരുവിധം ഫിൽട്രേറ്റ് ചെയ്ത എയറിനെ എന്ത് ചെയ്യുന്നുണ്ട്? അകത്തേക്ക് നേസൽ ക്യാവിറ്റിയിലേക്ക് കടക്കുന്നത്. നേസൽ ക്യാവിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും നേരെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചേമ്പറിലെത്തും. അതിനെ പറയുന്ന പേര് ഫാരിങ്സ്. ഫാരിങ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, കഴിഞ്ഞ ചാപ്റ്ററിലുള്ളതാണ്. ഫാരിങ്സ് ഇസ് ദ കോമൺ ചേമ്പർ ദാറ്റ് കണക്റ്റഡ് ബിറ്റ്വീൻ ഈസോഫാഗസ് ആൻഡ് ട്രക്കിയ. ട്രക്കിയയും അതുപോലെ തന്നെ ഈസോഫാഗസും തമ്മിൽ ചേർന്നിരിക്കുന്ന പൊതുവായ ചേമ്പറാണ്, കോമൺ അറയാണ് ഏതെന്ന് പറയുന്നത് ഈ ഫാരിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഈ അറ്റ്മോസ്ഫിയർ എയർ നമ്മൾ അകത്തേക്ക് എടുക്കുന്ന നേരത്ത്. അപ്പോൾ ഈ അകത്തേക്ക് എടുക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇൻഹലേഷനാണ്.
അല്ലേ? അപ്പോൾ ഇൻഹെയിൽ ചെയ്യുക, അകത്തേക്ക് എയറിനെ സക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് എയറിനെ പുറത്തേക്ക് വിടുന്നുണ്ട്, അതും നോസ്ട്രൽ വഴി തന്നെയാണ്. അതിനെ എക്സലേഷൻ എന്ന് പറയും. അപ്പോൾ എക്സൈലും ഇൻഹെയിലും. അപ്പോൾ ഇൻഹെയിൽ വഴി അകത്തേക്ക് എടുക്കുന്ന എയർ ഏത് ആദ്യം ചെല്ലുന്ന ചേമ്പറാണ് ഏതെന്ന് പറയുന്നത് ഈ ഫാരിങ്സ്. ഫാരിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു? എയർ ട്രക്കിയ വഴി തന്നെ എന്ത് ചെയ്യണം? അകത്തേക്ക് ഉള്ളിലേക്ക് പോകണം, ലങ്സിലേക്ക് പോകണം. ആ ട്രക്കിയ വഴി പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ലാരിങ്സ് ബോക്സിന് മുകളിലായിട്ട് ചെറിയൊരു ലിഡ് ഉണ്ട്. ആ ലിഡിനെ പറയുന്ന പേര് എപ്പിഗ്ലോട്ടിസ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് എപ്പിഗ്ലോട്ടിസ്. ഈ എപ്പിഗ്ലോട്ടിസ് തുറക്കുകയും എയർ അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? അവിടെ ലാരിങ്സ് ബോക്സായി സ്വനപേടകം അല്ലെങ്കിൽ സൗണ്ട് ഒറിജിനേറ്റ് ചെയ്യുന്ന ഭാഗം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ലാരിങ്സ് ബോക്സ്. ഈ ലാരിങ്സ് ബോക്സ് എന്ന് പറയുന്ന ട്രക്കിയുടെ ആരംഭത്തിലുള്ള ഭാഗമാണ്, ട്രക്കിയുടെ ആരംഭമാണ്, ബിഗിനിങ് സ്റ്റേജാണ്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വരുന്നത് ഈ ട്രക്കിയ അല്ലെങ്കിൽ വിൻ പൈപ്പ് എന്ന് പറയുന്നത്. അതായത് സി ഷേപ്പ്ഡ് കാർലേജ് റിങ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പൈപ്പാണത് എന്ന് പറയുന്നത്, അല്ലേ? സി ഷേപ്പ് കാർലേജ് റിങ്. അപ്പോൾ ഇത് ട്രക്കിയാണ് എങ്കിൽ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി സി ഷേപ്പിൽ കാർലേജ് റിങ് ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഒരു പൈപ്പ് പോലെ ഇത് കാണപ്പെടുന്നു. ഇതിനകത്ത് ചെറിയ നാരോ ഒരു ഹോൾ ടൈപ്പിൽ ഉള്ളതാണ്, അതുകൊണ്ടാണ് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെയാണ് എയർ അകത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. എന്നിട്ട് അത് നേരെ ഇറങ്ങി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചെസ്റ്റ് കറക്റ്റ് ചെസ്റ്റിൻ്റെ മധ്യഭാഗത്താകുമ്പോഴത്തേക്ക് സ്റ്റേണത്തിൻ്റെ ഭാഗത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ബ്രോങ്കസ് എന്ന് പറയും, അല്ലേ? ആ ബ്രോങ്കസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും അകത്തേക്ക് കയറി നമ്മുടെ ലങ്സിന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ലങ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ലങ്സിനെയും എന്ത് ചെയ്യുന്നു? മറ്റേ എല്ലാ ആ ഓർഗനെ പോലെ തന്നെ ഇതിനും പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട് ലങ്സിനും. ലങ്സിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയറിനെ പറയുന്ന പേര് പ്ലൂറ മെംബ്രെയിൻ. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ഹാർട്ടിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയർ, അല്ലേ? അതിനെ പറയുന്നത് പെരികാർഡിയൽ മെംബ്രെയിൻ, അല്ലെ? പെരികാർഡിയൽ ലെയർ, അല്ലെ? പെരികാർഡിയം, അല്ലേ? അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ലങ്സിനും ലെയർ ഉണ്ട്, ഇതിനെ പ്ലൂറ മെംബ്രെയിൻ എന്ന് പറയും. ഈ ഡ്യുവൽ ലെയർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലൂറ ഫ്ലൂയിഡും ഉണ്ട്. ഹാർട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? ഡബിൾ ലെയർ തന്നെയാണ്. അതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പെരികാർഡിയൽ ഫ്ലൂയിഡും ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ രണ്ട് ലങ്സിനും ഇടയിലാണ് എന്ത് ചെയ്യുന്ന ഹാർട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ ഉരസൽ മുഖേനയുള്ള തേയ്മാനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫ്ലൂയിഡും അതുപോലെ ഈ മെംബ്രെയിനൊക്കെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ആ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ ബ്രോങ്കസ് അകത്ത് ബ്രോങ്ക്യൂൾസ് ആവും, ചെറിയ ചെറിയ എന്ത് ചെയ്യുന്നത്? ശ്വസനികകളായിട്ട് പിരിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്ന ഓരോരോ ബബിൾസിലേക്ക് വന്നത്. ആ ബബിൾസാണ് യഥാർത്ഥത്തിൽ എന്ത് എയറിനെ സ്വീകരിക്കുന്ന ഭാഗം, അകത്തേക്ക് എടുക്കുന്ന എയർ വന്ന് നിറയുന്ന ഭാഗം. ഇതിനെ പറയുന്ന പേരാണ് ആൽവിയോളസ്, ആൽവിയോള എന്നൊക്കെ പറയും. അപ്പോൾ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു മെംബ്രെയിനും കൂടെ ഈ ആൽവിയോളസിനുണ്ട്. അപ്പോൾ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഏതിലൂടെയാണ്? ഈ ആൽവിയോളസിലൂടെയാണ്. ഓക്കെ, ഇത്രയും ഭാഗമാണ് നമുക്കതിൽ നോക്കാനുള്ളത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ആ ലങ്സിനും തൊട്ട് താഴെ വരുന്ന ഒരു ഭാഗമാണ്. അതിനെ പറയുന്ന പേരെന്ന് പറയുന്നത് ഡയഫ്രം. ഓക്കെ, അപ്പോൾ ഡയഫ്രം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ ബോഡിയെ തൊറാസിക് ക്യാവിറ്റി എന്നും അതുപോലെ അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും വേർതിരിക്കുന്ന ഒരു മസ്കുലാർ വാളാണ് ഈ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എ മസ്കുലാർ വാൾ ദാറ്റ് ഡിസ്റ്റിങ്ക്റ്റ് അവർ ബോഡി ഇൻ ടു തൊറാസിക് ക്യാവിറ്റി ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. അപ്പോൾ തൊറാസിക് ക്യാവിറ്റി എന്നും അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും വേർതിരിക്കുന്ന ഒരു മസ്കുലാർ വാളാണ് എന്ന് പറയുന്ന ഡയഫ്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? എയർ, നോസ്, അറ്റ്മോസ്ഫിയർ എയർ, ആ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനും മറ്റ് ഗ്യാസുകളെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പാർട്ടിക്കുലേറ്റുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നോസിൽ വഴി നേരെ നേസൽ ക്യാവിറ്റി, അവിടെ എയറിനെ ഫിൽട്രേറ്റ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുന്നുണ്ട്? നേസൽ ക്യാവിറ്റി വഴി നേരെ എവിടെ? ഫാരിങ്സ് വഴി അടുത്തത് എന്ത് ചെയ്യുന്നുണ്ട്? എപ്പിഗ്ലോട്ടിസ് തുറന്ന് ലാരിങ്സ് ബോക്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രക്കി കഴിഞ്ഞിട്ട് ബ്രോങ്കസ് കഴിഞ്ഞിട്ട് ബ്രോങ്കൈ ഓർ ബ്രോങ്ക്യൂൾസും അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭാഗമായിട്ടുള്ള ആൽവിയോളസ് വരുന്നത്. ഈ ആൽവിയോളസ് റീജിയൻ എടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ടൈനി മെംബ്രെയിൻ ആണുള്ളത്. ഈ ഓരോ ആൽവിയോളസിന് ചുറ്റും ഹാർട്ടിൽ നിന്ന് വരുന്ന പൾമണറി ആർട്ടറി ലങ്സിലേക്ക് എൻ്റർ ചെയ്തിട്ട് അവിടെ വന്ന് എന്ത് ചെയ്യുന്നു? ഈ ആൽവിയോളസിന് ചുറ്റും വന്ന് സറൗണ്ട് ചെയ്ത് കിടക്കും. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനെയും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെയും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇവിടെ തന്നെയുണ്ട്, ആൽവിയോളസിൽ തന്നെയുണ്ട്. അപ്പോൾ ആൽവിയോളസിലാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. എന്നിട്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ലങ്സിൻ്റെ
ഡ്യുവൽ ലെയർ ആണ്. അതിനെ പറയുന്നത് പിന്നെ പ്ലൂറ ലെയർ അല്ലെങ്കിൽ പ്ലൂറ മെംബ്രെയിൻ, ഡ്യുവൽ ലെയർ ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലങ്സിന് തൊട്ട് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന മസ്കുലാർ വാളാണ് എന്ന് പറയുന്നത് ഡയഫ്രം. ഡയഫ്രം എന്ന് പറഞ്ഞാൽ മസ്കുലാർ വാൾ ദാറ്റ് ഡിസ്റ്റിങ്ക്ട് ബിറ്റ്വീൻ അവർ ബോഡി ഇൻറ്റു thoracic cavity ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിൽ നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ട്. ഈ പടം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇത്രയും ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇതിൻ്റെ പ്രത്യേകതകൾ പഠിക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് റെസ്പിറേറ്ററി മൂവ്മെന്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ റെസ്പിറേറ്ററി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് രണ്ട് പ്രോസസ്സുകളാണ് ഈ റെസ്പിറേറ്ററി മൂവ്മെന്റ്സിലുള്ളത്. ഒന്ന് ഇൻഹലേഷനും രണ്ട് എക്സലേഷനും. ഇൻഹലേഷനും എക്സലേഷനും ഇങ്ങനെ രണ്ട് മൂവ്മെൻറ്റുകൾ, രണ്ട് പ്രോസസ്സുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഇൻഹലേഷൻ നടക്കുന്ന സമയത്തും എക്സലേഷൻ നടക്കുന്ന സമയത്തും ബോഡി മൂവ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ആ ഇൻഹലേഷൻ നടക്കുന്ന സമയത്ത് എയറിനകത്തേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, thoracic cavity ആ വോളിയം ഇൻക്രീസ് ചെയ്യും, thoracic cavity ഇൻക്രീസ് ചെയ്യും. thoracic cavity എന്ത് ചെയ്യുന്നു, കുറച്ച് മൂവ്സ് അപ്വേർഡ്സ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡയഫ്രം എന്ന് പറയുന്നത് ഇത് മൂവ്സ് ഡൗൺവേർഡ്സ്, ഡയഫ്രം താഴോട്ട് പോകും. അപ്പോൾ ഡയഫ്രം മൂവ്സ് ഡൗൺവേർഡ്സ്. അതുപോലെ തന്നെ thoracic cavity ഇൻക്രീസ്, പ്രഷർ ഡിക്രീസ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, thoracic cavity അല്ലെങ്കിൽ റിബ്സ് മൂവ്സ് അപ്വേർഡ്സ്, അല്ലേ? റിബ്സ് മൂവ്സ് അപ്വേർഡ്സ്, thoracic cavity ഇൻക്രീസ്. അതുപോലെ തന്നെ ഡയഫ്രം മൂവ്സ് ഡൗൺവേർഡ്സ്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എയർ എൻറ്റർ ഇൻറ്റു ദ ആൽവിയോളൈ ഓർ ലങ്സ്, അല്ലേ? അപ്പോൾ എയർ എന്ത് ചെയ്യുന്നുണ്ട്, അകത്തേക്ക് കയറുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലങ്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇൻഹലേഷൻ. വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവുമാണ്, പരീക്ഷ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇനി എക്സലേഷൻ ആകുമ്പോൾ ഒന്ന് നേരെ തിരിച്ചെഴുതുക, മനസ്സിലായില്ല? ഇപ്പോൾ എക്സലേഷൻ സമയത്താകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എയറിനെ റിലീസ് ഔട്ട് ചെയ്യും ഫ്രം അവർ ബോഡിയിൽ നിന്ന് എയറിനെ റിലീസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, thoracic cavity ഡിക്രീസ്, പ്രഷർ ഇൻക്രീസ്, thoracic cavity പ്രഷർ ഇൻക്രീസ് ചെയ്യും, വോളിയം ഡിക്രീസ് ആവും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, റിബ്സ് മൂവ്സ് ഡൗൺവേർഡ്സ്, ഡയഫ്രം മൂവ്സ് പ്രീ എക്സിസ്റ്റ് സ്റ്റേറ്റ്, അല്ലേ? ഡയഫ്രം എന്ത് ചെയ്യുന്നുണ്ട്, പഴയ പോലത്തെ നിലയിൽ വരികയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡയഫ്രം എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് വരികയും എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻഹലേഷനും എക്സലേഷനും രണ്ട് കോളങ്ങളായിട്ട് തന്നെയാണ് ടെക്സ്റ്റിലും കൊടുത്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഈ റെസ്പിറേറ്ററി മൂവ്മെൻറ്റ്സ്, അല്ലേ? അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ ഭാഗവും അതുപോലെ തന്നെ രണ്ടാമത്തെ പേജും ഈ കവർ ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നമ്മൾ നേരത്തെ ഒരു ടച്ച് ചെയ്ത ഒരു കാര്യമാണ്, അല്ലേ? ഹാർട്ടും അതുപോലെ തന്നെ ലങ്സും, അല്ലേ? രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരേപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നത്, ബ്ലഡിൻ്റെയും അതുപോലെ ബ്ലഡിലൂടെയുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയൊക്കെ സർക്കുലേഷൻ സാധ്യമാകുള്ളൂ, അല്ലേ? അതാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹാർട്ട്. ഇനി അടുത്ത ഭാഗം നല്ലോണം മനസ്സിലാവണമെങ്കിൽ ഈ ഭാഗം ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ, അടുത്ത പറയുന്ന ഭാഗം മനസ്സിലാവണമെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇത് ഹാർട്ടിന് എന്ത് ചെയ്യുന്നത്, 4 ചേമ്പറാണ്. ഇത് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഇത്രയാണ്. ഇനി എന്ത് ചെയ്യുന്നത്, ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ബ്ലഡ് പോകും. ഓക്കെ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് എന്ത് 2 ലങ്സിലും പോകും. അതാണ് നമുക്ക് പഠിക്കേണ്ടത്. 2 ലങ്സിൽ, ഇതൊരു ലങ്സ്, ഇതൊരു ലങ്സ് എന്ന് വിചാരിക്കും, അല്ലേ? ഈ ലങ്സിലേക്ക്, അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത് ഏതാ, പൾമണറി ആർട്ടറി, അല്ലേ? പൾമണറി ആർട്ടറി ക്യാരീസ് ഇംപ്യൂർ ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലങ്സ്, അല്ലേ? അപ്പോൾ ലങ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൾമണറി ആർട്ടറി ലങ്സിലേക്ക് കയറിയിട്ട് നിരവധി ക്യാപ്പിലറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ക്യാപ്പിലറീസും ഓരോ ആൽവിയോളസിന് ചുറ്റും വന്ന് സറൗണ്ട് ചെയ്ത് കിടക്കും. ഈ ഇപ്പുറത്ത് വരുന്നത് അതുപോലെ തന്നെ ഓരോ ആൽവിയോളസിനെ വന്ന് ചുറ്റിക്കിടക്കും. ഈ ആൽവിയോളസിനെ ചുറ്റിക്കിടക്കുന്ന ഈ
കാപ്പിലറിസ്റ്റുകൾ ഈ ആൽവിയോളസിനകത്ത് കയറും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊരു ആൽവിയോളസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിൽ ഈ പടം കൊടുത്തിട്ടുണ്ട്. ഇത് ആൽവിയോളസ്. അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്യാപിലറി വന്ന് ഇങ്ങനെ സറൗണ്ട് ചെയ്ത് കിടക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലൂടെ ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് വരുന്ന ബ്ലഡിൽ ഇമ്പ്യൂർ ബ്ലഡാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലും ഓക്സിജൻ കുറവുമായിരിക്കും. ഇനി നമ്മൾ അകത്തേക്ക് എടുത്ത് ഇൻഹെയിൽ ചെയ്ത എയറിൽ എന്ത് ഓക്സിജൻ കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡ് കുറവുമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ഈ കൂടുതലുള്ള ഓക്സിജൻ ഈ ബ്ലഡിലേക്കും തിരിച്ച് ഇവിടെ കൂടുതലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്കും പോകും, ഈ ആൽവിയോളസിന് വരും. അപ്പോൾ ആൽവിയോളസിന് മൊത്തം എന്താകും, കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് നിറയും. ബ്ലഡിൽ മൊത്തം എന്താകും, ഓക്സിജൻ ആവും. അപ്പം ബ്ലഡിൽ മൊത്തം ഓക്സിജൻ ആയി കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്ന് പറയുന്നത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്തു. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് കാണുന്നത്. ഓക്സിജനെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡിലേക്ക് കൊടുത്തു, കാർബൺ ഡൈഓക്സൈഡ് ആൽവിയോളസിനും കൊടുത്തു. ഓക്സിജൻ തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡാണ് തിരിച്ച് എന്ത് ചെയ്യുന്നത്, പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏർട്ടിയത്തിലെത്തും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് എക്സലേഷൻ വഴി പുറത്തു പോവുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠത്തിന് ശേഷമുള്ള പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ചായിരിക്കണം ഈ ഭാഗം കേട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പൾമണറി ആർട്ടറി വഴി എന്ത് ചെയ്യുന്നു, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഇംപ്യൂറൈറ്റൽ ബ്ലഡ് അവിടെ എത്തിക്കും. തിരിച്ച് എന്ത് ചെയ്യുന്ന ആൽവിയോളസിൽ എത്തിച്ചതിന് ശേഷം ആൽവിയോളസിലുള്ള ഓക്സിജനെ ബ്ലഡ് സ്വീകരിക്കുകയും ബ്ലഡ് എന്ത് ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ആൽവിയോളസിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഗ്യാഷ്യസ് സിസ്റ്റം കംപ്ലീറ്റ് ആയി. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് എക്സലേഷൻ വഴി പുറത്തു പോകും. ഈ ഓക്സിജൻ തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏർട്ടിയത്തിലെത്തും. ഇതാണ് സംഭവം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നല്ലോണം ഓർത്ത് വെച്ചിരിക്കുക. ഈ ആൽവിയോളസിൻ്റെ കാര്യം ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, ഈ ആൽവിയോളസിൻ്റെ കാര്യം പഠിക്കണമെങ്കിൽ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ ഇത് എങ്ങനെ നടക്കുന്നുവെന്ന് അറിഞ്ഞാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പടത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം ഒരു 15% പോർഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ബാക്കിയും പറയാനുണ്ട്. എയറോബിക് റെസ്പിറേഷൻ പറയാനുണ്ട്, അനറോബിക് റെസ്പിറേഷൻ പറയാനുണ്ട്. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലിൽ നടക്കുന്ന സെല്ലുലാർ റെസ്പിറേഷൻ, ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും പറയാറുണ്ട്. ഇതൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ പ്ലാന്റ്സുള്ള റെസ്പിറേഷൻ പറഞ്ഞതിന് ശേഷം മാത്രമേ ചാപ്റ്റർ തീരത്തുള്ളൂ. ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്, 85% ഈ പാഠത്തിൽ തീർക്കാനുണ്ട്. ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ നല്ലവണ്ണം ക്ലിയർ ആയിട്ട് പഠിക്കുക. ഈ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് നോട്ട്ബുക്ക് കൂടെ എടുത്ത് വെച്ച് പോയിന്റുകളൊക്കെ തയ്യാറാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരിച്ച് അടുത്ത ക്ലാസ്സിൽ തന്നെ കേൾക്കുകയും വേണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ വണക്കം. എല്ലാവരും വീട്ടിൽ സെക്യൂറായിട്ട് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കാം. വീട്ടിൽ നിന്ന് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ വണക്കം. നന്നായിരിക്കട്ടെ.